ചെറുപുഴ പഞ്ചായത്തിൽ വി കുഞ്ഞികൃഷ്ണൻ MLAക്ക് സ്വീകരണം നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ പനക്കൽ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ലളിത ബാബു, ലീന വില്യംസ്, KD പ്രവീൺ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രേഷ്മ വി രാജു, പഞ്ചായത്ത് സെക്രട്ടറി ബിറ്റാജ് തോമസ് എന്നിവർ സംസാരിച്ചു. ചെറുപുഴ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ വൈസ് പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ചെറുപുഴ തേജസ്വിനി പുഴയോരം ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുക നീക്കിവെക്കാൻ സന്നദ്ധമായിട്ടുണ്ട്. 5 കോടിയാണ് അപ്പോൾ അതിനുവേണ്ടി നീക്കിവെച്ചിട്ടുള്ളത്. ടോക്കൺ എമൗണ്ട് മാത്രമേ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. വാഴക്കുണ്ടം ശൂരപ്പടവ് പ്രാപ്പയിൽ റോഡ് അതിന് 25 ലക്ഷം ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ചെറുപുഴ സ്റ്റേഡിയം നവീകരണം അതിന് 50 ലക്ഷം രൂപ ബഡ്ജറ്റിലുണ്ട്. പാടിയോട്ടിയാൽ ഓടമുട്ട് റോഡ് അത് നിങ്ങളുടെ പഞ്ചായത്തിനെ ബാധിക്കുന്നുണ്ടോ എന്നറിയില്ല. അപ്പോൾ അതിനുവേണ്ടി 5 കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട്. പാടിയോട്ടിയാൽ ചെറുവാറ തിമിരി പെരുമ്പടവ് റോഡ് അപ്പോൾ അതിനുവേണ്ടി 7 കോടി രൂപ ഈ ബഡ്ജറ്റിലുണ്ട്. പുളിങ്ങോം ടൗൺ നവീകരണം 50 ലക്ഷം രൂപ ഇതിലുണ്ട്. ചെറുപുഴയുടെ വശങ്ങൾ കെട്ടി നവീകരിക്കാൻ ഇതിൽ 3 കോടി രൂപ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയും പദ്ധതികൾ ഈ ബഡ്ജറ്റിൽ നിങ്ങളുടെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബജറ്റ് അവതരിപ്പിച്ചതിൻ്റെ പിറ്റേ ദിവസം ഞാൻ പയ്യന്നൂരിൽ ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. അപ്പോൾ അതിലന്ന് 22 പദ്ധതികളെക്കുറിച്ചാണ് വിശദീകരിച്ചത്. അത് മിക്കവാറും എല്ലാ മാധ്യമങ്ങളും ആ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ പിറ്റേ ദിവസം ദേശാഭിമാനി പത്രത്തിൽ വന്ന ഒരു വാർത്ത UDF MLA ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന വാർത്തയാണ്. അതിൽ പറഞ്ഞത് ഇതിൽ പലതിലും ടോക്കൺ എമൗണ്ട് മാത്രമേ വെച്ചിട്ടുള്ളൂ, ഇതിനാവശ്യമായ പൂർണ്ണസംഖ്യ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് ദേശാഭിമാനി പത്രത്തിൽ വന്ന വാർത്ത. തൊട്ടടുത്ത ദിവസം പയ്യന്നൂർ മുനിസിപ്പൽ ചെയർമാൻ്റെ ഒരു ബൈറ്റ് ഓൺലൈൻ മാധ്യമങ്ങളിൽ വരികയുണ്ടായി. അതിൽ പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൽ പുതുതായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്, കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിക്കും എന്നതാണ് ബഡ്ജറ്റിൽ പറഞ്ഞത്. ഏതാണ് ഫണ്ട് എന്ന് വ്യക്തമല്ല എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. ഈ 2 കാര്യങ്ങളെ സംബന്ധിച്ചും ഞാൻ നിയമസഭയിൽ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ജനുവരിയിൽ LDF അവതരിപ്പിച്ച ബജറ്റ് രേഖകൾ പരിശോധിച്ചു. LDFൻ്റെ കഴിഞ്ഞ ബജറ്റ് മാത്രമല്ല, കഴിഞ്ഞ കുറേ ബജറ്റുകൾ പരിശോധിച്ചു. എല്ലാ ബജറ്റിലും പല പദ്ധതികൾക്കും ടോക്കൺ എമൗണ്ട് മാത്രമേ നീക്കിവെക്കാറുള്ളൂ. വളരെ പെട്ടെന്ന് അടിയന്തരമായും പൂർത്തീകരിക്കേണ്ട പദ്ധതികൾക്കാണ് 20% നീക്കിവെക്കുക. ബാക്കിയുള്ളത് ടോക്കൺ എമൗണ്ട് വെച്ച് ആ പദ്ധതികളെല്ലാം പിന്നീട് നടപ്പാക്കുന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ബജറ്റായി ഇത് മാറുക? അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ LDF അവതരിപ്പിച്ച കഴിഞ്ഞ 10 വർഷവും LDF അവതരിപ്പിച്ച എല്ലാ ബഡ്ജറ്റും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ആയിരിക്കും എന്ന നിലയിൽ ഞാൻ നിയമസഭയിൽ സംസാരിക്കുമ്പോൾ സൂചിപ്പിക്കുകയുണ്ടായി. ഇതൊരു രീതിയാണ്. കാരണം ബജറ്റിൽ കൃത്യമായ തുക ഉൾക്കൊള്ളിക്കണമെങ്കിലും അതിന് പണം നീക്കിവെക്കണമെങ്കിലും
കൃത്യമായ എസ്റ്റിമേറ്റ് മുൻകൂട്ടി തയ്യാറാക്കണം. ബജറ്റ് അവതരിപ്പിക്കുന്നതിന് തൊട്ട് മുമ്പാണ് ജനപ്രതിനിധികൾ ഇന്ന പദ്ധതികൾ ബജറ്റിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ഒന്നും തയ്യാറാക്കിയിട്ടുണ്ടാവില്ല. ആ തയ്യാറാക്കാതിരിക്കുമ്പോൾ ഏതാണ്ടൊരു സംഖ്യ അതിൽ ഉൾപ്പെടുത്താൻ മാത്രമേ കഴിയൂ, അതിന് ടോക്കൺ എമൗണ്ട് നിശ്ചയിക്കാൻ മാത്രമേ കഴിയൂ. അതെല്ലാ കാലത്തും കേരളത്തിൻ്റെ ബജറ്റിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ എല്ലാ കാലത്തും അതേത് ഗവൺമെൻറ് എന്നുള്ളത് വ്യത്യാസമില്ല. പലതിനും ടോക്കൺ എമൗണ്ട് മാത്രമേ വെക്കാറുള്ളൂ. അപ്പോൾ ആ നിലയാണ് പൊതുവെ ബജറ്റിനെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള. ഇലക്ട്രിക്കൽ ഗൃഹോപകരണങ്ങളുടെ തകരാറുകൾ നിങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്നുവോ? എന്നാൽ ഇനി മുതൽ ഒരു ഫോൺ കോളിൽ പരിഹാരം. ഹോം ടാക് സ്പേസ് ആൻഡ് സർവീസസ്, ചെറുപുഴ. റെസിഡൻഷ്യൽ ആൻഡ് കമേഴ്ഷ്യൽ എയർ കണ്ടീഷൻ, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, ഇൻവെർട്ടർ, വാട്ടർ ഫിൽറ്റർ, വാട്ടർ ഹീറ്റർ, മിക്സി, ഫാൻ, സ്റ്റൗ, സോളാർ വാട്ടർ ഹീറ്റർ തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളിലുമുള്ള ഉപകരണങ്ങളുടെ സ്പേസും സർവീസും ഹോം ടാക്കിൽ. ഗൃഹോപകരണങ്ങളുടെ സമ്പൂർണ്ണത വിശ്വസ്തയോടെ എന്നും നിങ്ങൾക്കായി. ഹോം ടാക് ഹോം അപ്ലയൻസസ്, സ്പേസ് ആൻഡ് സർവീസസ്, പുളിങ്ങോം റോഡ്, ചെറുപുഴ.